കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് CPIM നേതൃത്വത്തിലുള്ള സ്കൂൾ ഭരണസമിതി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. പകരം മാനേജരെ നിയമിക്കുന്നതുവരെ കൊല്ലം DOയ്ക്കാണ് താൽക്കാലിക ചുമതല. മാനേജർ തുളസീധരൻ പിള്ളയെ അയോഗ്യനാക്കിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി മാനേജർക്ക്, മാനേജ്മെന്റിന് എന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി? ഉമേഷ്. ഉന്മേഷ്, പ്രധാനമായി KER ചട്ടപ്രകാരം തന്നെയാണ് നടപടി. അതായത് സ്കൂളിന്റെ സുരക്ഷ, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ മാനേജറുമാണ്. എന്നാൽ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുന്ന വിശദീകരണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു, ഒരു പിഴവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം KER ചട്ടത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു സ്കൂളിന്റെ സുരക്ഷ, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം മാനേജർക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന്, ഈ വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാനേജ്മെന്റ് കഴിയില്ല എന്ന് വിലയിരുത്തിയ ശേഷമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. അതിനു മുമ്പ് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടും ഇതിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ നടപടി. ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിനെ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. താൽക്കാലികമായി ആണെങ്കിൽ പോലും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഈ സ്കൂളിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അത് എത്ര കാലമെന്ന് കാലപരിധിയില്ല, എത്ര കാലം വേണോ നീണ്ടു പോകാനും സാധ്യതയുണ്ട്. ഈ സ്കൂൾ മാനേജ്മെന്റിന് സർക്കാർ ഗ്രാന്റ് അനുവദിക്കാറുണ്ട്, ഒപ്പം മറ്റു ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളെല്ലാം വെച്ച് ആ മാനേജ്മെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുക, സ്കൂളിന്റെ കെട്ടിടങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക, സ്കൂളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത ശേഷം മാത്രമായിരിക്കും ഇനി മാനേജ്മെന്റിന് പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ അവകാശപ്പെടാനുള്ള ഒരു അവസരം പോലും ഉണ്ടാവുക. ഉന്മേഷ്, ശരി, ഇപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ.